ഹെഡ്മാഷ കാര്യമാണ് ഏറെ കഷ്ടം. എഴുത്തച്ഛൻ നിർബന്ധിച്ചുകൊണ്ടാ തോട്ടക്കാട്ട് സ്കൂളിൽ നിന്ന് അങ്ങേര് രാജിവെച്ച് പോകുന്നത്. എഴുത്തച്ഛന് ബാങ്കിലോ മറ്റോ എന്തെങ്കിലും നിക്ഷേപമുണ്ടോ? എവിടെന്ന്? ഈ സ്കൂൾ അനുവദിച്ച് കിട്ടാൻ വേണ്ടി തിരുവനന്തപുരത്ത് പോയി ചുറ്റി നടന്നതിന് തന്നെ രൂപ എന്തോരം ചെലവാന്നറിയാമോ? ആ കുട്ടിയുടെ ആഭരണങ്ങൾ പോലും പണയത്തിലാണ്. വല്ലാത്തൊരു അടിയായിപ്പോയി. എഴുത്തച്ഛൻ നമ്മുടെ കൂട്ടത്തിന് പോയിന്ന് ഇപ്പോഴും അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇത് സംഭവം വളരെ ഗുരുതരാണ് കേട്ടോ. പാർട്ടീഷൻ കേസിൽ സ്കൂൾ അയാൾക്ക് കിട്ടിയാലും എന്നെ ഇവിടെ കേട്ടില്ല അത്രേ. ഞാൻ തന്നെ രൂപ വാങ്ങിച്ചോന്ന അയാൾ എന്നോട് ചോദിക്കുന്നത്. ഈ എഴുത്തച്ഛൻ എന്നെ നിയമിച്ചതായിട്ടുള്ള പേപ്പറുകൾ അധികൃതരുടെ കയ്യിലുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ അയാൾ പറയാണ് സ്കൂൾ ഷെഡ് പൊളിച്ച അയാൾ അവിടെ റബ്ബർ ഇടുമെന്ന്. ഓഹോ, അവൻ അങ്ങനെ പറഞ്ഞു. ദേ എന്റെ 30,000 പോയാൽ ഞാൻ ഈ നാട് കുട്ടിച്ചോറാക്കും. മാഷ് സമാധാനപ്പെടൂ. എങ്ങനെ സമാധാനപ്പെടും? എന്റെ രൂപ നിങ്ങൾ തരുമോ? ആ വീട്ടുപടിക്കൽ ഞാൻ സത്യാഗ്രഹിക്കും. സത്യാഗ്രഹം എനിക്ക് പുത്തരി ഒന്നല്ല, എന്റെ ജീവിതം തന്നെ വലിയൊരു സത്യാഗ്രഹമായിരുന്നു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ മുമ്പിൽ എത്രയോ കൊല്ലം ക്യൂ നിന്ന് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഞാൻ. അറിയോ നിങ്ങൾക്ക്? ചാവുന്നതിന് മുമ്പ് ആ മനുഷ്യന് ഒരു വിൽപ്പത്രം എഴുതി വെച്ചൂടായിരുന്നോ? സ്വന്തം മക്കളെ തമ്മിൽ അടുപ്പിക്കാൻ കാരണക്കാരൻ അയാളല്ലേ ആ ദ്രോഹി? മിസ്റ്റർ, മരിച്ചുപോയ മനുഷ്യനെ പറ്റി അനാവശ്യം പറയരുത്. പറയും, ഇനിയും പറയും. എന്നെ സംബന്ധിച്ചിടത്തോളം അയാൾ ദ്രോഹിയാണ്, പരമദ്രോഹിയാണ്. ഇവിടെ ചോര പോയ ഒഴുകും. അടിച്ചതിന്റെ കണ്ണ് ഞാൻ പിടിച്ചത്. അടിയാണെങ്കിൽ അടി, ഇടിയാണെങ്കിൽ ഇടി, ഒന്നിനും ഞാൻ പുറകോട്ടല്ല. അടിച്ച് ചാവുന്നതിന് മുമ്പ് എന്റെ രൂപ എന്നൊക്കെ മാഷെ, ഞാൻ പോട്ടെ. മാഷിട്ട് വന്നേ പറയട്ടെ. ഇങ്ങനെ കുഴപ്പമുണ്ടാക്കിയിട്ട് എന്താ കാര്യം? മാഷിപ്പ് എന്തായാലും തൽക്കാലം ഇവിടുന്ന് പോവും. എവിടെ പോകാൻ? അല്ലെ ഈ കേസിന്റെ കാര്യം ഒന്നും എനിക്കറിയണ്ട. ഒന്നുകിൽ ജോലി അല്ലെങ്കിൽ പണം. തിരിച്ചു പോകാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ല ഞാൻ. പിന്നെ എന്ത് ചെയ്യുന്ന പറയുന്നു മാഷെ? അത് നിങ്ങൾ തീരുമാനിക്കും. എനിക്ക് പെട്ടെന്ന് രണ്ടിലൊന്ന് അറിയണം. അതുവരെ ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ താമസിച്ചോളാം. ഇവിടെ താമസിക്കാൻ അതിനെ പറ്റിയ ലോഡ്ജ് ഒന്നും ഇല്ലല്ലോ. ഇല്ലേ? ഇല്ല. ഞാൻ എന്നാല് എഴുത്തച്ഛന്റെ വീട്ടിൽ പോയി താമസിക്കാം. അത് വേണ്ട. എന്നാ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരാം. എന്റെ വീട്ടില് ഒരുപാട് അംഗങ്ങളുണ്ട്. കൂട്ടുകുടുംബ. ആ കൂട്ടുകുടുംബത്തിൽ ഒരു അംഗമായിട്ട് എന്നെയും കരുതിക്കോളൂ. അല്ല, അതുകൊണ്ടല്ല. പിന്നെ മാഷ് നിൽക്കും. മാഷ് വരൂ. എവിടേക്കാ? താമസിക്കാൻ സ്ഥലം വേണ്ടേ? വന്നോളൂ. എനിക്ക് വേറെ വഴിയില്ലാഞ്ഞിട്ടാണ് കേട്ടോ. സോറി ചേട്ടാ, ഞാൻ കുറച്ച് ഇമോഷണൽ ആയിപ്പോയി. സാരമില്ല, ഇനി സൂക്ഷിച്ചാ മതി. ഇതെവിടേക്കാണ്? ഇതാണ് മാതയമ്മയുടെ വീട്. അവര് സമ്മതിച്ച മാഷ്ക്ക് ഇവിടെ സുഖമായിട്ട് കൂടാം. ഇവിടെയോ? ഈ കുടിലില്ല. എന്റെ സ്റ്റാൻഡേർഡ് വിട്ട് താഴാൻ എനിക്ക് പറ്റില്ല. TTC പാസ്സായ ഒരു സ്കൂൾ അധ്യാപകനും താമസിക്കാൻ നിങ്ങൾ കണ്ടുപിടിച്ച വീട് കൊള്ളാം. TTC പാസ്സായവര് ബംഗ്ലാവിലെ താമസിക്കുള്ളൂ. നിങ്ങൾ ഇങ്ങോട്ട് നടക്കും മാഷെ, വെറുതെ മനുഷ്യനെ വിലക്കാതെ. ഞാൻ നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ വന്ന് താമസിച്ചോളാം. മാഷ് ഇങ്ങോട്ട് വരുന്നുണ്ടോ? ചേച്ചി, 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 എവിടെ പോയി കിടക്കുന്നത്? ഇത് എവിടേക്കാ എല്ലാവരും കൂടെ? ഒന്നിങ്ങോട്ട് വരൂ. അന്യദേശത്ത് വന്ന ആളാ. വേറെ ഒരു നിവൃത്തിയില്ലാത്തോണ്ടാ. മാഷ, പിന്നെന്താണ് പറയാനുള്ള വെച്ചാൽ ഒരു 2 ദിവസം ഇവിടെ താമസിപ്പിക്കണം. പിന്നെ എന്റെയും ബുദ്ധിമുട്ട് ചേച്ചിക്ക് അറിയാലോ. ഒരു 2 ദിവസം ഇവിടെ താമസിപ്പിക്കണം. അപ്പൊ മാഷ് വരൂ. മുഖത്തൊരു കള്ള ലക്ഷണം ഉണ്ടല്ലോ. TTC പാസ്സായ ആളാ. കക്കൊന്നുമില്ല. അല്ല, കക്കാനോടെ ഒന്നും ഉരിപ്പില്ല. ഉണ്ടായിരുന്ന സ്വർണം മുഴുവൻ ആ സാമദ്രോഹി കൊണ്ടുപോയില്ല. അവനൊന്നും തിരിച്ചുകൊണ്ട് തന്നില്ല. നമ്പിയാരെ, വെറുതെ മനുഷ്യൻ ചൂടാക്കരുത്. നിങ്ങൾ ഒരു മാന്യന്മാരെ ഇവിടെ ഉണ്ടായിട്ട് എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. താൻ എന്താണ് ഈ വടിവിഴിയമാരി നിൽക്കണത്? ഈ പെട്ടിയും പ്രമാണമൊക്കെ ആ മൂലനെ അങ്ങനെ കൊണ്ടുവച്ചൂടെ?
ഞാനൊരു സ്കൂൾ അധ്യാപകനാണ്. അതിന് ഞാനിവിടുന്ന് ഇറങ്ങി ഓടണോ? കുറച്ചുകൂടെ സൗമ്യമായ രീതിയിലുള്ള ഒരു പെരുമാറ്റം ഞാൻ പ്രതീക്ഷിക്കുകയാണ്. താൻ എന്നെ പെരുമാറ്റം പഠിപ്പിക്കാൻ വന്നിരിക്കുകയാണോ? എന്താ മാഷ മാഷിങ്ങോട്ട് വരൂ, വെറുതെ മനുഷ്യരെ ബുദ്ധിമുട്ടിക്കാതെ. ആ ഇരിക്കോളെ. അപ്പൊ ചേച്ചി പറഞ്ഞ പോലെ മാഷ പിന്നെ കാണാം. ദേ ഇതിനിവിടുന്ന് പെട്ടെന്ന് കെട്ടിയെടുത്താണല്ലോ. ആ ശരി ശരി. പരിപ്പ് കറിയിൽ ഉപ്പ് കുറവാ. തേങ്ങ ശരിക്കും അറിഞ്ഞിട്ടില്ല. ആരോട് ചോദിച്ചിട്ടാ താൻ ചോറ് കറി എടുത്തത്? ചോദിക്കണമെന്ന് വിചാരിച്ചു നോക്കിയപ്പോ നിങ്ങൾ അടുക്കള കണ്ടിട്ടില്ല. കണ്ടില്ലെങ്കിൽ ഉടനെ എടുത്ത് വീഴ വേണ്ടത്. നല്ല വിശപ്പായിരുന്നു. തന്റെ വിശപ്പാറ്റാണ് ഞാൻ ചോറ് വെച്ചത്. എന്റെ അടുക്കളയിൽ കയറി അധികാരം കാണിച്ചാലുണ്ടല്ലോ, നേരം വെളുത്ത അവിടുന്ന് അറിയിക്കൊള്ളാം. പാത്രങ്ങളൊക്കെ നല്ലോണം സോപ്പിട്ട് കഴുകി ആ മൂലയിൽ വെച്ചേക്കണം. ഓ, ഏത് ദരിദ്രവാസി കുടുംബത്തിലെയാ ആർത്തി കണ്ടാലറിയ. നിക്ക് നിക്ക് നിക്ക്, എന്തിനുള്ള പുറപ്പാടാ? കിടക്കാനുള്ള പുറപ്പാടാ. എവിടെ? ഇവിടെ. അയ്യടെ സമ്മതക്കാരൻ അകത്ത് കയറി കിടക്കാൻ വന്നിരിക്കുന്നു. പുറത്തിറങ്ങ്. പുറത്ത് നല്ല തണുപ്പാ. അകത്ത് കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്താ കുഴപ്പന്നേ? കുഴപ്പം രാത്രിയിൽ താൻ എന്നെ കയറി പിടിക്കില്ലെന്ന് എന്താ ഉറപ്പ്? പ്രിയപ്പെട്ട അമ്മേ, സുഖമായി ഇവിടെ എത്തി. ജോലിയിൽ പ്രവേശിച്ചു. നല്ല സ്കൂൾ, നല്ല കുട്ടികൾ, നല്ല നാട്ടുകാരും. ഇനി അമ്മ എന്നെപ്പറ്റി ഓർത്ത് വേവലാതിപ്പെടണ്ട. നമ്മുടെ കഷ്ടപ്പാടുകളൊക്കെ തീരും അമ്മേ. ദൈവം നമ്മളെ കൈവിടില്ല. ശമ്പളം കിട്ടിയാലുടൻ ഞാൻ അവിടെ എത്തും. അതുവരെ അവിടുത്തെ കാര്യങ്ങളൊക്കെ അമ്മ എങ്ങനെയെങ്കിലും ഒപ്പിക്കണം. കടങ്ങളൊക്കെ നമുക്ക് വീട്ടാമേ. രമയോട് നന്നായി പഠിക്കാൻ പറയുക. ശശിയോട് ഉഴപ്പി നടക്കാതെ വർക്ക്ഷോപ്പിൽ പോകാൻ പറയണം. അമ്മ വിശദമായി മറുപടി എഴുതുമല്ലോ. ശേഷം അടുത്തതിൽ സ്വന്തം മകൻ സുധാകരൻ.